ഹലോ സിനിമാ പ്രേമികളെ! ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയായ കൂലിയുടെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു VIP സിനി വ്ലോഗ്. 2023 ഇറങ്ങിയ ലിയോയ്ക്ക് ശേഷം ലോകേഷ് കഥയെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് കൂലി. ലോകേഷിന്റെ ഇതിനു മുന്നേയുള്ള പടങ്ങളിലെ പോലെ ഒരു ലോകേഷ് ടച്ച് കൂലിയിൽ വന്നില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് എല്ലാ ഇൻഡസ്ട്രിയിലെയും സൂപ്പർ താരങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് കൂടി. തമിഴ് സൂപ്പർ താരം രജനീകാന്ത്, തെലുങ്കു സൂപ്പർ താരം നാഗാർജുന, കന്നഡ സ്റ്റാർ ഉപേന്ദ്ര, ഹിന്ദിയിലെ മികച്ച താരമായ അമീർ ഖാൻ, മലയാളത്തിന്റെ സ്വന്തം സൗബിൻ ഷാഹിർ, സത്യരാജ്, ശ്രുതി ഹസൻ, അങ്ങനെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒന്നും ആ ഒരു ലോകേഷ് നിലവാരത്തിലേക്ക് എത്തിയില്ല. ലോകേഷ് അടുത്ത LCUവിന്റെ എഴുത്തും പ്ലാനിങ്ങും നടത്തുന്നതിനിടയിൽ ആരോ നിർബന്ധിച്ചു കൊണ്ടുപോയി പെട്ടെന്ന് എടുപ്പിച്ച ഒരു സിനിമ പോലെ തോന്നി എനിക്കിത് കണ്ടപ്പോൾ. ഞാൻ ഈ സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. രജനീകാന്തിന്റെ ആ സ്ക്രീൻ പ്രസൻസും പിന്നെ ചില മാസ് സീൻസ് കാണിക്കുമ്പോഴുള്ള കയ്യടിയല്ലാതെ ഇവരിൽ നിന്ന് വേറെ നിർത്താതെയുള്ള ഒരു കയ്യടിയോ ആർപ്പുവിളിയോ ഒന്നും ഞാൻ കണ്ടില്ല. രജനീകാന്ത് ആസ് യൂഷ്വൽ ഈ സിനിമയിൽ നന്നായി അഭിനയിച്ചു. സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മാസ് സീൻസ് ഒക്കെ പുള്ളി നന്നായി തന്നെ ചെയ്തു. സ്ക്രിപ്റ്റ് വീക്ക് ആയതുകൊണ്ട് അത് എത്ര കണ്ട് ഇമ്പാക്റ്റ് ആയി എന്നത് വേറെ കാര്യം. അതുപോലെ സൗബിനും വളരെ നന്നായി ചെയ്തു. പുള്ളിയുടെ ആ ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂലി എന്ന സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗബിന്റെ പ്രകടനം തന്നെയായിരുന്നു. നമ്മൾ മലയാളികൾക്ക് ഓൾറെഡി സൗബിന്റെ പൊട്ടൻഷ്യൽ അറിയാം. ഇനി സൗത്ത് ഇന്ത്യയിലെ ബാക്കിയുള്ളവരും പുള്ളിയുടെ അഭിനയം നന്നായി ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നാഗാർജുനയ്ക്കും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ് ഈ സിനിമയിൽ. ശ്രുതി ഹസനും അത്യാവശ്യം നന്നായി ചെയ്തു. ബാക്കി ഇതിലുള്ള സത്യരാജ് ആയാലും ഉപേന്ദ്ര ആയാലും അമീർ ഖാൻ ആയാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര കോമഡി ആക്കി കളഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. അമീർ ഖാനൊക്കെ എന്തിനാണാവോ ഇതിൽ അഭിനയിപ്പിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഗിരീഷ് ഗംഗാധരന്റെ സിനിമാറ്റോഗ്രാഫി നന്നായിരുന്നു. അതുപോലെ അനിരുദ്ധന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ടത്ര ഓളം ഉണ്ടാക്കില്ല. മോണിക്ക എന്ന സോങ് വന്നപ്പോൾ മാത്രം തിയേറ്ററിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായി. ആ മ്യൂസിക്കും സൗബിന്റെ അതിലെ ഡാൻസ് പെർഫോമൻസും കൊണ്ടും നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇനി ഈ സിനിമയുടെ VIP എലമെന്റിലേക്ക്. ലിയോ എന്ന സിനിമ ലോകേഷ് എടുത്തപ്പോൾ അതിലെ ഫ്ലാഷ് ബാക്ക് സീൻസ് മാത്രം അത്ര പോരാ എന്നായിരുന്നു നിരൂപകരുടെ വിമർശനം. എന്നാൽ കൂലി ഇറങ്ങിയപ്പോൾ ഇതിലെ ഫ്ലാഷ് ബാക്ക് സീൻസ് മാത്രമാണ് പിന്നെയും ഭേദം എന്നായി. എന്താ അല്ലേ? ആ പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ട്. കൂലിയിലെ വളരെ കുറച്ച് മാത്രമുള്ള ഈ ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ് എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിലെ VIP എലമെന്റ് അല്ലെങ്കിൽ VIP ഫാക്ടർ. കൂടുതലും AI ടെക്നോളജി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഈ പഴയ ഭാഗം കാണാൻ ഇത്തിരി പുതുമയുണ്ടായിരുന്നു. ആ പഴയ കാലത്തെ വാഹനങ്ങളും നടന്മാരുടെ ലുക്കും ശബ്ദവും എല്ലാം ആയപ്പോൾ തിയേറ്റർ ഒന്ന് ഉണർന്നു. എക്സിക്യൂഷൻ കൊണ്ടും മ്യൂസിക് കൊണ്ടും ഈ ഭാഗം നന്നായി. അപ്പോൾ അതെന്താണെന്നറിയാൻ നിങ്ങൾ തീർച്ചയായും സിനിമ കാണുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ലോകേഷ്, രജനീകാന്ത്, അനിരുദ്ധ്, അമീർ ഖാൻ അങ്ങനെ പലതരം പ്രതീക്ഷകളുടെ അമിതഭാരം കൊണ്ട് സിനിമ കാണാൻ പോയതുകൊണ്ടായിരിക്കും കുറെ പേർക്കെങ്കിലും ഈ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയത്. ഒരു പ്രതീക്ഷയും വെക്കാതെ കാണാൻ പോവുകയാണെങ്കിൽ ഈ സിനിമ നല്ലൊരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റിവ്യൂ വീഡിയോ ആയിട്ട് വരാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.